ഐശ്വര്യായിട്ടൊന്ന് മേടിച്ചേ. നിങ്ങൾ പറഞ്ഞതിന് 2 ദിവസം മുന്നേ തന്നെ ഞാൻ പണിയെല്ലാം തീർത്ത് തന്നിട്ടുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരമുള്ള സാധനങ്ങളും ഫർണിച്ചറും ചെടിച്ചട്ടിയും എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സംബന്ധ വീടാണല്ലോ, അതുകൊണ്ട് ഞാൻ അധികം ലാഭം എടുത്തിട്ടില്ല, അധികം എനിക്ക് നഷ്ടമില്ല. ഏത് അത് പിന്നെ എന്തോ പറച്ചില്ല ചേട്ടാ. ഈ കൊച്ചാട്ടൻ അങ്ങനെ നമ്മളെ പറ്റിക്കത്തില്ലെന്ന് നമുക്ക് അറിയാവല്ലോ. പിന്നെ എന്തോ ബന്ധമുള്ളതിനകത്ത് അപ്പോഴെന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. ഏത് മോനെ കേട്ടോ മോളെ അരിയേ ഇപ്പൊ കാണാം. തങ്കം പോലത്തെ മനുഷ്യൻ. തങ്കം മനുവേ, എന്തായാലും മോൻ്റെ അച്ഛനെ കിട്ടിയത് ഭാഗ്യം കേട്ടോ. നിന്നെ സംബന്ധമായിട്ട് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. നല്ലൊരു വീടല്ലേ ചേട്ടാ. പിടിച്ചാട്ടെ ഐശ്വര്യമായിട്ട് കേറാം. ചേട്ടാ ചേട്ടാ, നമ്മുടെ ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഏത് ബാത്റൂമില്? ആ കോമൺ ബാത്റൂമിലെ. ഇപ്പൊ പണിഞ്ഞിട്ട് 2 ആഴ്ച ആയില്ലല്ലോ, അതിനിടയ്ക്ക് കേടായോ? അതെ, കേടായി. അതിന് പഴയ സാധനം വല്ലതും വെച്ച് പണിതായിരിക്കുമോ? നമ്മുടെ മനുമോൻ്റെ അച്ഛനല്ലേ, സംബന്ധ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യുമോ? ഒന്നും അല്ലെങ്കിൽ അയാൾ എത്ര വട്ടം എടുത്ത് പറഞ്ഞതാ ഞാൻ ലാഭം എടുത്തിട്ടില്ലെന്ന്. അങ്ങനെ ലാഭം എടുത്തിട്ടൊന്നും ഇല്ല. ഒന്നും ചെയ്യത്തുമില്ല. ലാഭം എടുക്കാതെ പണിയോ? ഇല്ല, എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം കാണോ? എന്തായാലും അങ്ങേരൊന്ന് വിളിച്ചേരെ. നമുക്കൊന്ന് സംസാരിക്കാം ഈ കാര്യം. നമ്മളെ മുന്നാക്കന്മാരെന്ന് അറിയരുതല്ലോ. വിളിച്ചേരെ. 2 ആഴ്ച ആയപ്പോൾ പൈപ്പ് പോയി, 3 ആഴ്ച ആകുമ്പം ഇഷ്ടിക പോവും, 4ാമത്തെ ആഴ്ച ആകുമ്പോൾ ഇതെല്ലാം കൂടെ മുച്ചൂടെ തലയിൽ വീഴും. നമ്മളെ അങ്ങനെ പറ്റിക്കരുതല്ലോ. വിളി തഞ്ചത്ത് സംസാരിച്ചാൽ മതി. എന്തോടാ മലയാളി, ഇത് പഴയ സാധനമാണ്. പഴയതാ. ഞാൻ പറഞ്ഞില്ലോ പഴയത് വെച്ച് താങ്ങിയതാ. എങ്ങനെയുണ്ട്? പറ്റിച്ചതാ. അല്ല മനുവിൻ്റെ അച്ഛാ, നമ്മളൊരു പണി ഏൽപ്പിക്കുമ്പോൾ അത്ര വിശ്വസിച്ചാണല്ലോ പണി ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ പഴയ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്നത് പോലെ ഞങ്ങൾ പറയുമെന്നല്ല നാട്ടുകാരൊക്കെ കേട്ട് കഴിഞ്ഞാൽ പറയും. നമ്മൾ പറഞ്ഞ പോലെ പൈസ മുൻകൂർ തന്നതല്ലേ. അയ്യോ, നമ്മൾ പഴയ ബാത്റൂം ബെഡ്റൂം ഒഴിച്ച് ബാക്കിയുള്ളതാ പണിഞ്ഞേ. ഇത് പണിതിട്ടില്ലയോ അന്നേരം? ഇത് പണിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിപ്പോ ആരാ പണിഞ്ഞേ? എന്റെ ബന്ധുക്കളാ പണിഞ്ഞ്. എന്തായാലും ഇത് മാറിയല്ലോ, ഇനിയും കുഴപ്പമൊന്നും വരത്തില്ലല്ലോ. ഒന്ന് വിചാരിക്കല്ലേ. കൊടുക്കണ്ട. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോ, പോണോ? പോയോ? പോയി. പൈസ എല്ലാം കൊടുത്തോ? എന്റെ ഇരിക്കുന്നു പൂക്കച്ചോള കൊടുക്കാൻ. നീ ചോദിച്ചില്ലേ? ചോദിച്ചിട്ട് വേണം അങ്ങനെ ഓർക്കാൻ. പണി കഴിഞ്ഞിറങ്ങിയപ്പോഴേ ഞാൻ ഓടി ബാത്റൂമിൽ കയറി. ഞാൻ നേരെ അടുക്കളയിൽ വെച്ച് വെള്ളം കൊടുത്താൽ കുടിച്ച്. എന്തായാലേ ഇത് അങ്ങേർക്കൊരു പാഠമാണ്. ഇനി ആരെയും അങ്ങേര് പറ്റിക്കത്തില്ല. അങ്ങനെ ആരെ പറ്റിച്ച്? പറ്റിച്ചില്ല, പക്ഷേ ഇനി പറ്റിക്കത്തില്ല. മനസ്സിലായോ? ഈ പണി ചെയ്യുന്നവരെല്ലാവരും ഉണ്ണാക്കന്മാരാന്നങ്ങനെ വിചാരിക്കണ്ട. എന്തായാലും അയാൾ എന്തൊക്കെയോ ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട്. അത് നിനക്കെങ്ങനെ പറയാൻ പറ്റും? എൻ്റെ പൊന്നു ചേട്ടാ, അയാൾ വിളിച്ചപ്പോഴേ അയാൾ ഓടി വന്നില്ലയോ അയാളുടെ പണിയും കളഞ്ഞിട്ട്? അതിൻ്റെ അർത്ഥം എന്താ? അയാൾക്ക് എന്തോ പേടി. ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഒക്കത്തില്ല. പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോണം. അയാളെ കൊണ്ട് അതെല്ലാം ശരിയാക്കണം. കാലം അങ്ങോട്ട് കഴിയും തോറുവേ അങ്ങേക്ക് മടി കൂടും, വരാനുള്ള ബുദ്ധിമുട്ടാവും. മനസ്സിലായോ? മനുവിൻ്റെ വലിയ അച്ഛൻ. എന്നാ പിന്നെ സമയം കളയാതെ എനിക്ക് പണി തുടങ്ങാം. കാലും വയ്യ. അയ്യോ, എനിക്ക് ഒരു കുഴപ്പമില്ല.
നിങ്ങൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാ പണിയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ സൈറ്റിൽ നിൽക്കുമായിരുന്നു. എന്താ അടുത്ത പ്രശ്നം? ആദ്യമേ ചെയ്ത പണിയുടെ ജോലി തീർക്ക്, എന്നിട്ടാട്ടെ വെളിയിൽ നിന്ന് എടുക്കുന്ന പണി. ഇതിന്റെ കാര്യത്തിൽ എന്തോ പറയാനുള്ളത്? അത് ക്ലിപ്പ് പോയതാ. കൊള്ളാം, അത് ഞങ്ങൾക്ക് മനസ്സിലായി ക്ലിപ്പ് പോയതാന്ന്. 40-45 ലക്ഷം രൂപ ചോദിച്ചപ്പോ ചക്കച്ചോള പോലെയാണ് എണ്ണി തന്നത്. എന്നിട്ട് ഇപ്പൊ ക്ലിപ്പ് പോയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങുള്ളി ഇതെല്ലാം കൂടെ. ഈ പൈസക്ക് ക്ലിപ്പ് മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു. അത് ആ പൈസക്ക് ചായയും പരിപ്പോടെയും കഴിച്ചോ? അതങ്ങ് ഇട്ടാ പോരെ. ആര് കയറ്റിയിടണം? ഞാൻ. ആ, അതിനാ വിളിച്ച് വരുത്തിയത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന പാകപ്പഴയാവുമ്പോ നിങ്ങൾ വേണം ഇതൊക്കെ ശരിയാക്കി തരാൻ. അല്ലേ ഇതെന്തുവാ ഇത്? നമ്മളൊരു വീടും പണിഞ്ഞ് പൈസയും കൊടുത്തിട്ട് നമ്മൾ അതിന്റെ പുറകെ എപ്പോഴും നടക്കണമെന്ന് പറഞ്ഞ് ഇത് എവിടുത്തെ പരിപാടിയാ ഇത്? ഞങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലയോ? എനിക്ക് നിങ്ങളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അത് എനിക്ക് തീരെ പറ്റുന്നില്ല. എന്നിട്ട് ലാഭം എടുത്തില്ല പോലും. കൊയ്യുമ്പോ കുറേശ്ശെ കൊയ്യണം ലാഭം, മനസ്സിലായോ? എവിടെന്താ ഈ പറയുന്നത്? സംബന്ധ വീടാന്ന് ഓർക്കണം. മനുവിനോട് അതിന്റെ ക്ഷീണം കേട്ടോ. ഇങ്ങനെ പോയാ നേരെ ചൊവ്വേ പോത്തില്ല കുടുംബം. അതെ, നേരത്തെയൊക്കെ ചെയ്യേണ്ട പൈസ, പണിഞ്ഞതിന്റെ പൈസ പറ. അതെ, ഇത് ഞങ്ങൾ ആർക്ക് തന്ന പണിയാ? എനിക്ക്. ഈ പണിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ആരാ? ഞാൻ. പൈസ ഞങ്ങൾ അങ്ങോട്ട് തന്നത് ആർക്കാ? എനിക്ക്. ഇതാര് കാരണമാ കേടായത്? ഞാൻ. അപ്പൊ പിന്നെ പൈസ ആരാ കൊടുക്കണ്ടേ? ഞാൻ. അല്ല ഞങ്ങളല്ലല്ലോ. കൊടുക്കും. എന്നാ കൊടുത്താട്ടെ. ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. നീ അടുക്കളയിലോട്ട് പോയിച്ച് വെള്ളം കൂടി, ഞാൻ കക്കൂസിട്ട് പോയിട്ട് വരാം. ഞങ്ങളെ പണിയുണ്ട് കേട്ടോ. ആറ് മനോഹര ഇങ്ങോട്ട്. എന്താ അമ്മ? മോനോട് ഈ കാര്യം പറയുന്നതിൽ നല്ല വിഷമമുണ്ട്. എന്താ കാര്യം പറ. മോന്റെ അച്ഛനൊരു കള്ളനാ. നിങ്ങൾ കാര്യം പറ. മോനെ, ഞങ്ങൾ കിടക്കുന്ന ആ മുറിയുടെ കഥ പടയുന്നില്ല. അത്രേ ഉള്ളോ? അത് സ്വാഭാവികമോ അമ്മ? ഇത് മഴയൊക്കെ അല്ലയോ, തണുപ്പടിച്ചിട്ട് കഥ വികസിക്കുന്നോ? ഞങ്ങളുടെ മുറിയുടെ അടയുന്നില്ല. മോൻ അടയണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അടയണം. നിങ്ങൾ അടഞ്ഞു കിടന്നേ പറ്റത്തുള്ളൂ. ഞങ്ങളെ പറ്റിച്ചതാ മോൻ്റെ അച്ഛൻ. വേറൊരു കാര്യം പറയട്ടെ, ഈ വീടിൻ്റെ പണി ആദ്യം കൊടുത്തത് വേറൊരു കോൺട്രാക്ടർക്കാണ്. 45 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സംബന്ധ വീടല്ലേ ബന്ധുവല്ലേ എന്ന് പറഞ്ഞിട്ടാണ് മോൻ്റെ അച്ഛൻ 42 ലക്ഷം രൂപയ്ക്ക് പണിഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പം അച്ഛന് കൊടുത്തത്. എന്നെ കയ്യിലാ വാക്കടിച്ചു തന്നത്. ആണേ. എന്നിട്ട് പണിഞ്ഞ് വന്നപ്പം ആ കോൺട്രാക്ടറും മോൻ്റെ അച്ഛൻ കോൺട്രാക്ടറും പറഞ്ഞ തുക ഒരേ തുക 45 ലക്ഷം രൂപ. അത് പോരാ, ഞാനിപ്പോൾ പിന്നെയും മെയിൻ്റനൻസ് പണി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ശരിയാണോ? അമ്മ സാധാരണ അങ്ങനല്ലേ, അവർ പണി ചെയ്തിട്ട് പോയില്ലേ, ബാക്കി മെയിൻ്റനൻസ് ഒക്കെ നിങ്ങളല്ലേ ചെയ്യേണ്ടത്. എങ്ങനെ ഇരിക്കുന്നു? മെയിൻ്റനൻസ് പണി ഞങ്ങളാണോ ചെയ്യുന്നത്? ഇവിടെ പുള്ളിക്കാരൻ ലാഭത്തിന് പണിഞ്ഞോ എന്തുവാന്നോ ഞങ്ങൾക്ക് അറിയേണ്ട, പക്ഷെ ജീവിതാവസാനം വരെ ഈ വീടിൻ്റെ മെയിൻ്റനൻസ് പുള്ളിക്കാരൻ ചെയ്തു തന്നേ പറ്റൂ. മോനെ, നിന്റെ ഭാര്യ രേഷ്മയുടെ വീടായത്. അവളുടെ അച്ഛനും അമ്മയായത്. ലാഭം എടുക്കുമ്പം ഒരു മര്യാദ വേണം, കുറേശ്ശെ എടുക്കാൻ പറയണം. ഇമാതിരി ഞങ്ങളുടെ കഴുത്തെ കൊണ്ടുവന്ന് കത്തി വെക്കുന്ന പരിപാടി കാണിക്കരുന്ന് അച്ഛനോട് പറയണം. ഇത് വലിയ ചതിയായി പോയി കേട്ടോ. ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ. മോനെ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നാട്ടെ, വന്നേ. മക്കളെ, ഈ സ്വിച്ച് ഒന്ന് ഓൺ ആക്കിക്കേ. അയ്യോ, അവിടുത്തെ ലൈറ്റ് പോയമ്മ. പോയേ. ആ മക്കളെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് മാറി തുറക്കാം. ഞാൻ മക്കൾ നോക്കിക്കോണേ. മനസ്സിലായോ? അതായത് അവിടെ സ്വിച്ച് ഇട്ടപ്പം ഇവിടെ ട്രിപ്പായി, അവിടെ ഇടുമ്പം ലവിടെ ട്രിപ്പാവും, ഇവിടെ ഇടുമ്പം അടുക്കള ട്രിപ്പാവും. ഇതിപ്പോ രേഷ്മ നിവാസ് അല്ല, ട്രിപ്പ് നിവാസാ. ഞങ്ങൾക്ക് എന്നും ട്രിപ്പാ. നാട്ടുകാർ കളിയാക്കും ഇപ്പൊ ഞങ്ങളെ, മനസ്സിലായോ? മക്കൾ വേറൊരു സൂത്രം കാണിക്കട്ടെ.
ഇങ്ങോട്ട് വന്നേ. ദാ ഇവിടെ കംപ്ലീറ്റ് ചോർച്ച മൊത്തത്തിൽ ചോർന്നൊലിക്കുക. അത് പറയുമ്പോണ്ടായി. അമ്മ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ, ഇവിടെ ഒന്നും ചോർച്ചയൊന്നുമില്ല. ഇവിടെ നിന്നാ ചോർച്ച അറിയത്തില്ല. ഇവിടെ നിന്നിട്ടുണ്ടോ? ഇവിടെ ഭയങ്കര ചോർച്ചയാ. അയ്യോ, അവിടെ ഇന്നലെ കൂടെ ഞാൻ ഇരുന്നത്, എന്റെ ദേഹത്തോട്ട് വെള്ളമൊന്നും വീണില്ലല്ലോ. അയ്യോ, അവിടെ ഇരുന്നാ പോരാ മക്കളെ. അതുകൊണ്ടേ ഇവിടെ ഇരുന്നിട്ട് കാൽ അങ്ങോട്ട് നീട്ടി വെക്കണം. ആണ്ടെ മുട്ടുവേദന കൂടി വെള്ളം വീണിട്ട്, അറിയോ? അയ്യോ അമ്മ, അത് ചോർച്ചയല്ല, ശീതാനം പിടിക്കുന്നതാ. മോനെ, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇതിന് ഞങ്ങൾക്കൊരു പരിഹാരം വേണം. അയ്യോ അച്ഛ, അമ്മ അത് വല്ല ഗ്ലാസോ ഗ്രില്ലോ വല്ല ഷീറ്റോ ഒക്കെ പുറത്തോട്ട് ഇറക്കിയാൽ മതി. അത് ഇറക്കി തരാൻ മോന്റെ അച്ഛനോട് പറയണം. എന്റെ അച്ഛൻ എന്തിനാ ഇറക്കുന്നത്? പിന്നെ നമ്മളുണ്ടതൊക്കെ ചെയ്യാൻ. ഇത് നിങ്ങൾ വേണ്ട അത് ചെയ്യാന്. മക്കളെ 45 ലക്ഷം രൂപ റൊക്കം പണം എണ്ണി കൊടുത്തതാ. പിന്നെ ഞങ്ങൾ ചെയ്യണോ അതൊക്കെ? ഒരു വീട് പണിഞ്ഞു തരുമ്പോ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇതെല്ലാം. നാളെ കാലത്ത് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ അത് നിങ്ങൾ വേണം ചെയ്തു തരാൻ. അതെന്താ അറിയാത്തത്? മര്യാദ അല്ലേ? ചുരുക്കം പറഞ്ഞ 40 ലക്ഷം രൂപ. പിന്നെ മക്കളെ, ഇങ്ങനെ പോയി കഴിഞ്ഞാലേ നിങ്ങളുടെ ദാമ്പത്യം അധികം കാണത്തില്ല കേട്ടോ, പറഞ്ഞേക്കാം. ഒരു റാപ്പോ ഇല്ല, നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെ മുന്നോട്ട് പോകും? പിന്നെ എന്താ കേട്ടോ എവിടെയോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഉണ്ട്. ആ മൂളിച്ച കേട്ടോ. മക്കളെ, ഇതൊന്നും ശരിയായ നടപടിയല്ല കേട്ടോ. എന്തായാലും മക്കളുടെ അച്ഛന് ഇനി ഞങ്ങൾ സമാധാനം കൊടുക്കാമെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ വിളിച്ചു തുടങ്ങാൻ പോവാ. ഇനി ശല്യം ചെയ്യാൻ പോന്നതേ ഉള്ളൂ. അല്ലേ? ഒരു പരിഹാരം വേണോ? തീരുമാനം അറിയണ്ടല്ലോ. മെയിൻ്റെനൻസ് കാരണം എന്റെ ദാമ്പത്യം പോവും. ഈ പണി എടുപ്പിക്കണ്ടായിരുന്നു അച്ഛനെ കൊണ്ട്. അതെ, കത്തിക്കൊണ്ടിരുന്ന ബൾബ് ഊരി എൻ്റെ ചേട്ടൻ്റെ തലയിൽ വീഴാൻ പോയി. ഞാൻ കണ്ടതുകൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഞാൻ ഓടിപ്പോയി ആ ബൾബ് ക്യാച്ച് പിടിച്ചു, എൻ്റെ കൈ മുറിഞ്ഞു. എന്തോ പറയാനുണ്ട് നിങ്ങൾക്ക്? ഞാൻ വരാന്ന്. കമ്പി വളഞ്ഞു. എന്ത്? വാതിലിന്റെ കമ്പി വളഞ്ഞിരിക്കുക. എന്തോ പറയാനുണ്ട്? ഞാൻ വരാം. മുതലാളി, ഈ മണ്ണെന്തോ ചെയ്യണം? എന്റെ വായിലോട്ടുള്ള ഒരുത്തിന് കമ്പിയും ഒരുത്തിനും മണലും. ഇവിടെ വെച്ചേക്കുന്ന പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ല. എന്തേലും പറയാനുണ്ടോ? പഞ്ചായത്തിൽ മാത്രമല്ല പെണ്ണുമ്പോൾ ഇതിനും വെള്ളമില്ല. ഇതെങ്ങനെ കഴിയും? എന്ത് വന്നോ? ചലന്തി വല. റൂമിൽ മൊത്തം ചലന്തി വല. എന്തോ ചെയ്യണം? വരുവോ? വരാം. ഇനി നിനക്കെന്തെങ്കിലും പറയണ്ടോ? അതെ, മനുവിന്റെ അച്ഛാ, അറിഞ്ഞായിരുന്നോ? എന്ത്? ഞങ്ങളുടെ വെള്ളം കൂടി അങ്ങ് മുട്ടി. വേറൊന്നുമല്ല, ഇവിടെ മോട്ടർ അങ്ങോട്ട് വർക്കാവുന്നില്ല. വരാമെന്ന് പറഞ്ഞാ പോരാ, ഈ എപ്പോഴും വിളിക്കാനേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടേ. കേൾക്കുന്ന മനുവിന്റെ അച്ഛന് നാണക്കേടില്ലെങ്കിൽ വിളിക്കുന്ന ഞങ്ങൾക്കൊരു നാണക്കേടുണ്ട്. ശരി എന്നാ. എന്താ പ്രശ്നം എന്ന് അറിയത്തില്ലേ? എന്റെ പൊന്നു മനോഹരൻ ചേട്ടാ, കെട്ടിച്ചു വിട്ട മോളുടെ അമ്മായി അച്ഛൻ ഈ വീടുകൾ തോറും ഇങ്ങനെ കേറി ഇറങ്ങുന്നു എന്ന് പറയുന്ന മനോഹരൻ ചേട്ടന് ഒരു ക്രെഡിറ്റ് ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അതൊരു കുറച്ചില്ല. നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങി. അതിന് നിങ്ങളല്ലേ എന്നെ വിളിക്കുന്നേ? അപ്പൊ ഞങ്ങൾ വിളിച്ചതാ കുറ്റം. നിങ്ങൾ ഇവിടെ കിടന്ന് ഓരോ കളിപ്പീര് കാണിച്ചിട്ടല്ലയോ ചേട്ടാ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചത്? ഇപ്പോഴത്തെ പ്രശ്നം പറ. വെള്ളം കൂടി മുട്ടി, മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. മോട്ടറിന്റെ സ്വിച്ച് ഇട്ടിട്ട് വെള്ളം കയറുന്നില്ല. അതായത് മോട്ടറിന്റെ സ്വിച്ച് കേടാ, അതാ പ്രശ്നം. ദാ നോക്ക്, കണ്ടോ? മോട്ടറിന്റെ സ്വിച്ച് ഇട്ടാലേ മോട്ടർ വർക്കാവും. ഇപ്പൊ സൗണ്ട് കിട്ടില്ലേ? മോട്ടറിന്റെ സ്വിച്ച് എനിക്കറിയത്തില്ല. ജോലിക്കാരിയല്ലായിരുന്നു സ്വിച്ച് ഇട്ട്. അവര് പോയതിനു ശേഷം എനിക്കറിയത്തില്ല. സത്യം പറ, എന്നെ കാണാൻ വേണ്ടി വിളിക്കുന്നു. അനാവശ്യം പറയരുത്. എന്റെ ഭാര്യ അത്രക്കാരിയല്ല. ഞാൻ ഇനി ഒരു തീരുമാനം എടുത്തു. ഇനി ഒരു ബന്ധുക്കളെ പണി ഞാൻ ഇനി ഏറ്റെടുക്കില്ല. എത്ര കോടി തരാന്ന് പറഞ്ഞാലും. ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഇനി ഒരു ബന്ധുക്കളെയും കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു പണിയും ചെയ്യിപ്പിക്കത്തില്ല. 100% ഉറപ്പ്. അറിയാവുന്ന പിള്ളേക്ക് 2 ചവിട്ട് കൂടുതലെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നടന്നത്.
ആ ആ പോയാട്ടെ, ഇനിയും വിളിക്കാം. ഏ ആ ആ കാണാം. പൈസ കൊടുക്കേണ്ടി വരുമോ? അയാളൊരു ധാഷ്ട്യം കണ്ടോ? വന്നപ്പോ നീ എന്താ പറഞ്ഞേ? തേനും പാലും ഒരിക്കുന്ന മനുഷ്യനാണല്ലയോ? ഞാൻ അങ്ങനെയല്ലേ വിചാരിച്ചത്. അടുത്തറിഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് എന്തോ സ്വഭാവമെന്ന്. അയാളെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. കേസ് കൊടുത്താലോ? കേസ് കൊടുക്കണോ? വേണ്ട വേണ്ട. അയാളെ ഇനിയും വിളിക്കണം. ഇനി ഓരോ കുറ്റം കണ്ടുപിടിച്ച് വിളിക്കണം. ആ അതെ അതെ, വിളിക്കും. ടി വി വർക്ക് ചെയ്യുന്നില്ലെന്ന് പറ. അതെങ്ങനെ വിളിച്ചു പറയാം? റിമോട്ടിന് കുഴപ്പമല്ലേ, ബാറ്ററി പോയതായിരിക്കും. അത് അയാൾ അറിയുന്നില്ലല്ലോ. അത് ശരിയാ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇവിടെ മീൻകാർ വരുന്നില്ല ഇങ്ങോട്ട് ഈ കുറച്ച് നാളായിട്ടെന്ന്. അതിനിപ്പോ അയാൾ എന്താ ചെയ്യാനാ? ഇവിടുത്തെ കൺസ്ട്രക്ഷന്റെ കുഴപ്പമാണ്. ഇത് വെളിയിലോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് ഗേറ്റ് വഴി അവർക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം അവരെ. അത് ശരിയാ. എന്റെ മുട്ടുവേദനയും കൂടി. എന്തുകൊണ്ടാ? കൺസ്ട്രക്ഷന്റെ കുഴപ്പമാ. കണ്ടോ അച്ഛമ്മ, ഇതൊക്കെ ഭയങ്കര ഓവറാ കേട്ടോ. എന്താ മോളെ? എന്തുവാ ഇതല്ല, നിങ്ങൾ എന്തിനാ എപ്പോഴും വീടിന്റെ കാര്യം പറഞ്ഞ അച്ഛനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ? ബുദ്ധിമുട്ടിക്കുന്നതാണോ? ഞങ്ങളെ അല്ലേ നിന്റെ അമ്മായിയച്ഛൻ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നത്. എന്ത് കാണിച്ചെന്നാ? എന്ത് ബുദ്ധിമുട്ടെന്നോ? 45 ലക്ഷം രൂപ എണ്ണി അങ്ങോട്ട് കൊടുത്തിട്ട് ഇമാതിരി പണിയാണോ ഇങ്ങോട്ട് പണിയുന്നത്? നിങ്ങൾ ഇങ്ങനെ കുറ്റം തപ്പി പിടിച്ച് കണ്ടുപിടിച്ചോണ്ട് നടക്കുന്നോണ്ടല്ലേ. മോളെ വല്ലപ്പോഴും വന്നില്ല ഇവിടെ നിൽക്കുന്നത്. അപ്പൊ മോക്ക് ഇവിടുത്തെ കാര്യം അറിയത്തില്ല. ഇവിടെ സ്ഥിരം നിൽക്കുന്ന ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. മനസ്സിലായോ? ഇനിയിപ്പോ കുറ്റങ്ങൾ ഉണ്ടെന്ന് തന്നെ വെക്ക്. പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് എല്ലാം കൂടെ ഒരു ദിവസം ശരിയാക്കിച്ചാ പോരെ. എപ്പോഴും അവരെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണോ? ആടി നീതാ പൈസ കേട്ടോ. നീതാ തരത്തില്ലല്ലോ. നീയോ നിന്റെ ഭർത്താവോ നയാ പൈസ ഈ വീട്ടിലേക്ക് വേണ്ടി ചെലവാക്കുവോ? ഇല്ലല്ലോ. എന്നിട്ട് എന്തുവാ ഈ കാണിക്കുന്നേ? 45 എണ്ണി കൊടുത്തതേ ഞാനാ. ഞാൻ ഇവളും കൂടാ, അറിയാവോ? നിങ്ങൾ കാരണം തന്നെ ഇപ്പൊ ഞാനും ഏണ്ണും കൂടെ ഇതും പറഞ്ഞിട്ട് വഴക്കാം. ഓ, അവരുടെ സൗന്ദര്യപ്പണക്കത്തിന് ഇപ്പൊ നമ്മളാ കാരണക്കാര്. കൊള്ളാം കൊള്ളാം. അയ്യോ, അമ്മായച്ചനോട് പറഞ്ഞപ്പോ അങ്ങ് തേനും പാലും ഒലിക്കുന്നു. അടച്ചങ്ങ് കളാതെ. ഇത്രയും ദിവസം വീടിന്റെ അച്ഛനും ഒക്കെ ഉള്ളായിരുന്നു കുറ്റം. ഇപ്പൊ എനിക്കും കുറ്റമായി അല്ലേ? നിങ്ങൾ എന്നെ പറ്റി ചിന്തിച്ചു ഒന്നുമില്ലല്ലോ. എന്റെ അമ്മായിയച്ഛനല്ലേ അത്. നിന്നെ പറ്റി ചിന്തിച്ച് എടി സ്ത്രീധനം, പിന്നെന്തുവാടി ഇവളുടെ ഒരു കാറ്, അവിടെ ഭർത്താവിന് ജോലിക്ക് പൈസ, പിന്നെ അവരുടെ ഏതോ ഒരു ബന്ധുവിന് ഓപ്പറേഷന് വന്നപ്പോ അതിന് പൈസ എല്ലാം എണ്ണി കൊടുത്ത ഞങ്ങളല്ലയോ? നീയാന്നോ? ഞാൻ രണ്ടുപേരോടും കൂടെ പറയുക. ഇനി അവരെ വിളിച്ചതിന്റെ പേരും പറ ബുദ്ധിമുട്ടിക്കല്ലോ കേട്ടോ. മോശമാ. കൊള്ളാലോ അവള്. ഇവളെ കെട്ടിക്കണ്ടായിരുന്നു, ഇന്ന് മുറ്റിയാ മതിയായിരുന്നു ഇവള്. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. വേറെ കെട്ടിക്കാനാണോ? അല്ല, അയാളെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിച്ചതാ. ഇനി അത് വേണ്ട. അയാള് നാളെ തന്നെ ഇവിടെ വരണം. നാളെ രാവിലെ അയാളെ വിളിക്കണം. മനസ്സിലായോ? വിളിക്കാം. മുതലാളി ഇത് കഴിഞ്ഞു. ഇന്നെവിടെ ഇനി പണി? പറയടാ, ഒന്ന് വെയിറ്റ് ചെയ്യ്. വന്ന് ഇന്ന് എല്ലാത്തിനും തീരുമാനമാക്കണം. പാടാ മുതലാളി. വാ. എന്ത് മുതലാളി? പിന്നെ ഇത് ആ ടേബിൾ പൊട്ടിരിക്കുന്നുണ്ടോ? ഇതത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഈ വീടിന്റെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ പണി പോയി കിടക്കുക. ദോ അങ്ങോട്ട് നോക്കി. ബെല്ലി ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങൾ ആടുന്നത് പോലാണ് ഇവിടുത്തെ ഫാൻ കിടന്ന് ആടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾക്ക് അത്ര സുഖമല്ല. കറണ്ട് ചാർജ് വരുന്നത് അങ്ങേ അറ്റം. ബൾബ് രണ്ടാമതും പൊട്ടി വീണു. ഇത്തവണ ചേട്ടന്റെ നെറുകന്തലയിലാണ് വീണത്. ക്യാച്ച് പിടിക്കാൻ ഞാനില്ലായിരുന്നു. തല പൊട്ടി. 6 സ്റ്റിച്ചാ. കാണാൻ പറ്റത്തില്ല, മുടി ഒത്തിരി ഉള്ളതുകൊണ്ട്. അതൊരു പ്രശ്നം. ഞങ്ങളുടെ കൊച്ചിന്റെ പേരിലായിപ്പോയി വീട്. ഇല്ലായിരുന്നെങ്കിൽ ഇത് വല്ല വിധേനയും വിറ്റിട്ട് ഞങ്ങൾ വല്ല എറണാകുളത്തും പോയി സെറ്റിലായി പോയേനെ. ഇതിപ്പോ അതും പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും നിയമപരമായിട്ട് മുന്നോട്ട് പോകും. കേസ് കൊടുക്കുമെന്ന് അർത്ഥം. ഇതൊന്നും അല്ല, ഒരുപാടുണ്ട് ചേട്ടാ. ആ പരാതിയുടെ സീൻ ഓർഡർ വെച്ചൊന്ന് വായിച്ചേ. സീൻ 1. ഒരു മിനിറ്റ്, ഇതിങ്ങ് മേടിച്ചേ. എന്തായത്? 45 ലക്ഷം രൂപയുടെ ചെക്ക. കേസ് കൊടുക്കുന്ന പറഞ്ഞപ്പോ പേടിച്ചു പോയി. നഷ്ടപരിഹാരമാ. നഷ്ടപരിഹാരം ഒക്കെ തന്ന് ഞങ്ങളെ മയക്കാമെന്ന് വിചാരിക്കണ്ട. ഇതിലങ്ങ് ഒപ്പിട്ടെ. പൈസ മേടിച്ചതിന്റെ തെളിവാണോ? അല്ല, നിങ്ങൾക്ക് പരാതിയില്ല എന്നതിനുള്ള എഗ്രിമെന്റാ. പരാതിയൊന്നുമില്ല. ഇനിയിപ്പോ എന്ത് പരാതി? നമുക്ക് മുടക്കി പൈസ തിരിച്ചു കിട്ടി. ഒപ്പിട്ട് കൊടു. ഇത് ആദ്യമൊക്കെ പോരായിരുന്നു. കൊണ്ടുപോ. അപ്പോഴേ ഞാൻ ഈ വീടങ്ങ് വാങ്ങിച്ചു. ഫോൺ എനിക്ക് എഴുതി തന്നു. നിങ്ങൾക്ക് പരാതിയില്ല എന്നതിനുള്ള തെളിവായത്. ഞാനങ്ങ് എഴുതി കൊടുത്ത അച്ഛാമ്മ. നിങ്ങളുടെ ഈ പോക്ക് ശരിയല്ലാന്ന് തോന്നി എനിക്ക്. അതുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തത്. ഇത്രയൊക്കെ മതി. അത് പറ്റത്തില്ല.
നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് കുടുംബസ്വത്ത് കിട്ടിയതല്ലേ. ഭാഗ്യത്തിന് അമ്മൂമ്മയും അപ്പൂപ്പനും എൻ്റെ പേരിൽ എഴുതി വെച്ചു. ഇതൊക്കെ മതി നിങ്ങൾക്ക്. ഇതല്ലേ ഈ വീടിന്റെ തുക യഥാർത്ഥത്തിൽ? 1 കോടി മോളി വരും. അതെ, ഞാൻ 85 തരാൻ വേണ്ടി ഇരുന്നതാ. മോളാ പറഞ്ഞത് 45 മതി എന്ന്. ഈ പേരും പറഞ്ഞ് ഞങ്ങൾ വഴക്കിടാത്ത ദിവസങ്ങളില്ല. ഞങ്ങൾക്ക് ഇനിയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ജീവിക്കണം. ഞങ്ങൾ പിന്നെ ഇവിടെ താമസിക്കും. നിങ്ങൾക്ക് എറണാകുളത്ത് ഫ്ലാറ്റ് മേടിച്ച് താമസിക്കണമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ഈ പൈസയ്ക്ക് വേണമെങ്കിൽ മേടിച്ച് താമസിച്ചോ. അഥവാ ഇവിടെ താമസിക്കുകയാണെങ്കിൽ മാസം വാടക ഇനത്തിൽ 25,000 രൂപ എനിക്ക് കിട്ടണം. ഏത്? എനിക്കിനി പരാതി കേൾക്കാൻ വയ്യ. സമാധാനമില്ല. ദൈവമേ, ഇനി ഞാൻ കോൺട്രാക്ട് പണി നിർത്തുക. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു.